കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന നയനെ വിളിച്ച് മാറ്റി നിർത്തി നബി പറയണം, അല്ല നിനക്ക് എന്തിന്റെ കേടാ, ഞാൻ ഗർഭിണിയല്ലെന്നുള്ള കാര്യം നീ എന്തിനാ ആദർശനോട് പറയാൻ പോയെന്ന് ചോദിക്കണം. ചേച്ചി ചേച്ചി കാണിക്കാൻ തെറ്റാ, ഇനിയെങ്കിൽ എല്ലാവരുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേനും ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങ് ആ ഫംഗ്ഷനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചിക്ക് ഒരിക്കലും ഈ തെറ്റ് തിരുത്താൻ പറ്റില്ല എന്ന് പറയണം. അതോർത്ത് നീ വിഷമിക്കണ്ട, നീ അത് ആരോടും ഇപ്പൊ പറയണ്ട, അതിന്റെ സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാന്ന് പറയാം. ചേച്ചി എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നേ? ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, ആ ഡോക്ടറോട് പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും എനിക്ക് നിന്നോടും പറഞ്ഞേ. ഒരു ഡോക്ടറായിട്ട് പോലും ആ ഡോക്ടർ എൻ്റെ ഒപ്പം നിൽക്കുകയോ ചെയ്തേ. പിന്നെയാണോ നീ അങ്ങനെ എന്തേലും നീ ആരോടെങ്കിലും നിനക്ക് പറയാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം സ്വയം കൂടി ഇല്ലാതാക്കും, അറിയാലോ. പിന്നെ അതിന് ഉത്തരവാദി നീ ആയിരിക്കും, നിന്റെ കൺമുന്നിൽ കിടന്ന് ഞാൻ പെടഞ്ഞു മരിക്കും എന്ന് പറയണം. നയനെ പെട്ടു. ചേച്ചി എന്തൊക്കെ വർത്താനേ പറയണേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞാൽ എന്നാ തെറ്റിരിക്കുന്നേ, ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. അതെ, ഇത് ഒപ്പിച്ചു വെക്കാനുള്ള ആള് ഞാനാണെങ്കിൽ ഇതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. പറഞ്ഞു കേട്ടല്ലോ, നീ കൂടുതൽ എൻ്റെ കാര്യത്തിൽ തലയിടണ്ടെന്ന് പറയണം. ചേച്ചി നീ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ വളകാപ്പ് ചടങ്ങ് നടക്കുമ്പോൾ മുത്തശ്ശി ഇതല്ല കുറച്ച് സ്വർണം കൂടി എനിക്ക് തരും. ആ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്കൊരു പോക്കും കൂടെ പോകും. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഈ നവ്യക്കറിയാം. ഇപ്പൊ ഈ കാര്യം ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ പെറ്റമ്മ പോലും എന്നെ വീട്ടിലേക്ക് കയറ്റില്ല, അറിയാലോ. അതുകൊണ്ട് ഇപ്പൊ ആരും അറിയാൻ പാടില്ലെന്ന് പറയണം. എല്ലാം കേട്ടിട്ട് നയനയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. പിന്നീട് നയന സങ്കടത്തോടു കൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആദർശ് ചോദിച്ചു, അല്ല നിന്റെ ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്ന് ചോദിക്കണം. അല്ലാതെ വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു. വളകാപ്പ് ചടങ്ങിനെ കുറിച്ചോ? അതിന് ദിവസങ്ങളുണ്ടല്ലോ. അല്ല എന്താ പറഞ്ഞത്? അല്ല അത്രയും വലിയ രീതിയിലൊന്നും നടത്തണ്ടെന്നാ പറഞ്ഞേ. അല്ല അതിപ്പോ രീതിയിൽ നടത്തണം ഇവിടെ ഞാൻ അല്ല തീരുമാനിക്കുന്നേ, ഞാനാ ആ വളകാപ്പ് ചടങ്ങ് നടത്താൻ പോകുന്നേ. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞു വരാൻ പോകുന്നതല്ലേ, അപ്പൊ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുക. എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ഞാൻ ചെയ്തോളാം. ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം. അല്ല നീ മറ്റെന്തോ ആണല്ലോ പറയാൻ വന്നേ, നിന്റെ ചേച്ചിയെ കുറിച്ച് എന്തോ ഒരു കാര്യം, എന്തോ ഒരു കള്ളത്തരം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അത് ആദർശേട്ടാ ഈ കാര്യമായിരുന്നു. ഇനിയിപ്പൊ ചേച്ചി കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് അല്ലാന്നുള്ള കാര്യം എല്ലാരും അറിയുമല്ലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചെന്ന് പറയണം. അത് തന്നെ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ ആദർശേട്ടാ, വേറൊരു കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ആദർശ് പറഞ്ഞു, അല്ല നീ ഇങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ വലിയ രീതിയിൽ നിന്ന് ഈ ചടങ്ങ് നടത്തൂന്ന്. പക്ഷെ അത് ഇവരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകില്ലാത്തോണ്ടാ ഞാൻ ഈ ചടങ്ങ് ഗംഭീരമായിട്ടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്താ ആദർശിട്ട് അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കണം, പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല നിനക്ക് മനസ്സിലായില്ല എന്താന്ന്? നമ്മുടെ കാര്യത്തില് അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരത്തില്ല എന്ന്. അതിനുള്ള ഒരു സാഹചര്യം നിനക്ക് ഞാൻ തരില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോം. ഞാൻ ഒരിക്കലും നിനക്ക് തടസ്സമായിട്ട് നിൽക്കത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ആദർശേണ്ണെ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഒരു കുഞ്ഞിനെ തന്നില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആദർശേണ്ണെ ഉപേക്ഷിച്ചിട്ട് പോകുന്നോ? ഒരിക്കലും ഇല്ല ആദർശേട്ടാ. ഇനിയിപ്പോൾ ആദർശേണ്ണ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ പോലും ഒരിക്കലും ഈ താലി ഞാൻ കഴുത്തേന്ന് പറിച്ചെറിയില്ല. എനിക്ക് ആദർശേണ്ണ അത്ര ജീവനാ. ഒരിക്കലും ഞാൻ ആദർശേണ്ണെ കൈവിട്ട് കളയില്ല. ഞാൻ കാത്തിരിക്കും ആദർശേണ്ണന് വേണ്ടിയിട്ട്. എന്നെങ്കിലും ഒരിക്കല് എൻ്റെ മനസ്സ് മനസ്സിലാക്കി ആദർശേട്ടൻ തിരിച്ചെൻ്റെ അരികെ വരുന്നോളം വരെ ഒരു കുഞ്ഞെന്നുള്ള എൻ്റെ സ്വപ്നം അതെന്തെങ്കിലും ഒരിക്കല് സാക്ഷാത്കരിക്കും എന്നുള്ള ആ ഒരു മോഹത്തോടെ ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ആദർശിന് എന്ത് മറുപടി പറയാൻ അറിയത്തില്ല, കാരണം അവള് പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായവാ. പക്ഷെ എന്തോ അമ്മേനെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആദർശം അങ്ങനെയൊക്കെ പറയാനാണ് തോന്നിയത്. പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടായി മാറിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അതിന് പറഞ്ഞു, അല്ല ഞങ്ങൾ വളകാപ്പ് ചടങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അതിനിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നമുക്കത് ഗംഭീരമായിട്ട് നടത്തണ്ടേന്ന് ചോദിക്കണം. ആദർശ് പറഞ്ഞു, അതൊന്നും ഓർത്ത് മുത്തശ്ശിനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എനിക്ക് വിട്ടേക്കാൻ പറയാണ്. മുത്തശ്ശൻ ചോദിച്ചു, അല്ല എന്നാ നിനക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നേ? ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉടനെ നയനമോക്കും വിശേഷം ഉണ്ടാവൂല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആദർശ് പെട്ടു. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ലേ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറയാണ്. എല്ലാവരും എടുത്തത് എന്താ ഇവക്ക് എന്താ പറയാനുള്ളത്? അതെ, വളകാപ്പ് ചടങ്ങ് അത്ര ഗംഭീരമായിട്ട് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറയാണ്. ഇവരുടെ നവ്യ ഒന്നും ഞെട്ടി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കളിച്ചു പിടിച്ച് അങ്ങനെയാണ് അവളെല്ലാരും അറിയിക്കാനുള്ളൊരു ഭാവമാണ്. ഇതൊരിക്കലും നടത്തിക്കൂടാ. മുത്തശ്ശൻ ചോദിച്ചു, പെട്ടെന്ന് എന്താ മോൾ അങ്ങനെ പറഞ്ഞ്? അല്ല ഇനിയിപ്പൊ ഇത് കഴിയുമ്പോഴത്തേനും പിന്നെ
വേറെ പേരിടി ചടങ്ങ് അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതത്ര ഗംഭീരമായിട്ട് വെക്കണ്ടെന്നാ എന്റെ തീരുമാനം എന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ആദർശ് പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാനിതെല്ലാം നേരത്തെ തന്നെ നോക്കിക്കണ്ടിരിക്കുന്ന കാര്യങ്ങള് എല്ലാം ഞാൻ ഗംഭീരമായിട്ട് നടത്തിക്കോളാം മുത്തശ്ശ. അബിക്കോ അല്ല അതോടൊപ്പം തന്നെ നവ്യക്ക് ഇതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയാണ്. കനയ്ക്കും ഇതൊക്കെ കേട്ട് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. പക്ഷെ എന്തോ അബിക്ക് അവയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. ഇതുവരെ ആയിട്ടും ഇവയ്ക്ക് ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇവള് പയറുമണി പോലെ നിൽക്കുകയാണ്. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇവള് ഛർദ്ദിക്കണ്ടേ, ഇവൾക്ക് വയറുവേന എടുക്കുന്ന സമയമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് കനകയാണ് സന്തോഷിച്ചത്. പക്ഷെ കനകയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. തന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ഇടണ്ടേ. ആ ഒരു ചിന്ത കനകയുടെ ഉള്ളിലുണ്ടാകുമ്പോൾ കനകയുടെ മുഖം മാറി. പിന്നീട് ജഡ്ജ് കനകയോട് ചോദിച്ചു, അല്ല നിനക്ക് ഡിന്നറൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. നീ ഒരു ഫോട്ടോ എടുത്ത് വെക്കണ്ടായിരുന്നോ കനകയെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി ശാന്തിനെ ഫോട്ടോ എടുത്തേക്കുന്നത്. അല്ല ഇത്രയും വലിയ ഡിന്നറൊക്കെ കഴിച്ചെന്ന് ആൾക്കാരുടെ ഒക്കെ പറയാലോ. മരുമോൻ തന്ന ഡിന്നർ, അപ്പൊ എന്തൊക്കെ ഫുഡാ കഴിച്ചെന്നുള്ളൊരു ഫോട്ടോ എടുത്ത് വെക്കുവാണെങ്കിലേ പൊങ്ങച്ചം കാണിക്കാലെന്ന് പറയണം. ഇത് കേട്ടതും കനയ്ക്ക് ദേഷ്യവും സങ്കടം വന്നു. കനക പറഞ്ഞു, ഇതിനും ഇത്രയും വലിയ ഡിന്നറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഇത്രയും വലിയ ഹോട്ടലിൽ കയറിയിട്ടുമില്ല, സംഭവിച്ചു എന്നും പറഞ്ഞ് ഞാനും എന്റെ മക്കളും പട്ടിണി കിടന്നിട്ടില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറയണം. ജലജയ്ക്ക് പിന്നെ എന്തേലും പറയാനുണ്ടോ? മുത്തശ്ശൻ പറഞ്ഞു, അല്ല നിനക്ക് ആരെയല്ലോ ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ഇരിക്കത്തില്ലേ ജലജയെ, നിനക്ക് എന്തിന്റെ കേടാ? എപ്പോഴും ഉണ്ട്. ദൈവത്തെ ഓർത്ത് നീ നിന്റെ നാക്കൊന്ന് അടക്കി വെച്ചോണ്ടിരിക്കാവോ? നല്ല എന്തേലും ഒരു കാര്യം നടക്കുമ്പോ അതിന്റെ ഇടയ്ക്കിലേക്ക് അവളും കൂടെ കയറി വന്നോളൂ, ഒരു ഉടായ്പായിട്ടെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം കേട്ടോ. ഉടനെ തന്നെ നമ്മള് അടുത്ത നമ്മുടെ ചടങ്ങ് കൂടെ അങ്ങ് നടത്താൻ പോവില്ലേ, വളകാപ്പ് ചടങ്ങ്. പിന്നെ ആദർശെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഇനി അടുത്തത് ഇപ്പൊ നയനമോളുടെ വളകാപ്പായിരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അതെ അവക്ക് ഇപ്പൊ പിള്ളേര് വേണ്ടെന്ന് അവളുടെ അഭിപ്രായം എന്ന് പറയണം. ഇത് കേട്ടത് ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, അല്ല നീ എന്താ ആദർശ് ഇങ്ങനെയൊക്കെ പറയണേ? നയനമോൾ അങ്ങനെ പറഞ്ഞാലും അവളെ പറഞ്ഞു തിരുത്തേണ്ട നീയല്ലേ. ഇപ്പൊ നമ്മൾ പിള്ളേരെ വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പിള്ളേര് വേണമെന്ന് ആഗ്രഹിച്ചുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിച്ചുകൂടാ. ആ നടത്തേണ്ട സമയത്ത് തന്നെ അതൊക്കെ നടത്തണമെന്ന് പറയണം. നയനിക്കും വല്ലാത്തൊരു വിഷമമായിപ്പോയി. നയനിക്ക് പിന്നെ എന്ത് ചെയ്യാനെന്ന് നടത്തില്ല. നയനെ നവ്യനെ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോവാണ്. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇതെനിക്കിനി ആരോടും പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ, ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാൻ പോവാന്ന് പറയണം. അപ്പൊ ഈ നയനെ നവ്യനെ വിളിച്ചോണ്ട് പോകുന്ന അഭി കണ്ടു. ഇതെന്താ പോലും കുറെ സമയം ആയല്ലോ, ഒന്ന് നോക്കാന്ന് ഓർത്തിട്ട് അഭി പുറകെ ചെല്ലുവാണ്. അപ്പൊ ഇവർ രണ്ടും ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടോ, ദേഷ്യപ്പെട്ടാ സംസാരിക്കുന്നത് നയനയും നവ്യയും കൂടെ. അപ്പൊ എന്തോ വഴക്കാന്നുള്ള കാര്യം മനസ്സിലായി. എന്തോ വലിയ രഹസ്യമുണ്ട്, എന്താണെങ്കിലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ അവി പോയി ചെവി വട്ടം പിടിക്കണം. പക്ഷെ ഒന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചി എന്ത് ഭാവിച്ചാ, കണ്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശി എത്ര സന്തോഷത്തോടെയാണെന്നറിയാവോ. ചേച്ചിക്ക് എങ്ങനെ അവരെ ചതിക്കാൻ തോന്നുന്നു പറയണം. ദേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ മുമ്പേ നിന്നോട് ഞാൻ പറഞ്ഞു കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന്. ഈ കാര്യത്തിന് ഞാൻ ഒരു തീരുമാനം ആയിക്കോളാം. എന്റെ വീട്ടിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഗർഭം അലസിപ്പോയെന്നോ എന്തെങ്കിലും പറഞ്ഞ് കള്ളത്തരം ഉണ്ടാക്കിക്കോളാം. അതിനു മുമ്പ് നീ ഇത് ആരോടും പറഞ്ഞ് കുളമാക്കാൻ പോകണ്ട. പറഞ്ഞ കേട്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നായനെ ആരാ നീ അറിയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നവ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. നവ്യക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അപ്പേ എല്ലാരും കൂടെ ഒന്ന് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്താലോ. ഡിന്നറിന് വന്നാലേ നമുക്ക് നിങ്ങൾ ആഘോഷമാക്കുന്നില്ല. അപ്പൊ എല്ലാരും കൂടെ വന്നിട്ട് ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും തനിയെ തനിയെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കണം. അവസാനം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അപ്പൊ ഇത്രയും നല്ലൊരു ഡിന്നർ നമുക്ക് ആദർശ് മോൻ ഒരുക്കി തന്നു. ഇനിയും നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിന്നറുകളൊക്കെ കൂടണം. പക്ഷെ ഇനി എത്ര കാലം ഞാനും മുത്തശ്ശിയും ഉണ്ടാവും പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശിന്റെ അച്ഛൻ ചോദിച്ചു, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞു? അല്ല ഞങ്ങൾക്ക് പ്രായമായി വരുമല്ലേടാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് ഒരു പരിധിയെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രായം വരെ അധികമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂലയ്ക്ക് ഇരിക്കേണ്ട സമയമായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു, അതെന്ത് വർത്താനാ മുത്തശ്ശ പറയണേ? മുത്തശ്ശനല്ലേ അനന്തപുരി തറവാടിന്റെ കാർന്നവര്, ആ പദവി അങ്ങനെ തന്നെ എന്ന് നിലനിൽക്കണം എന്ന് പറയാം. ഇന്ന് നിലനിൽക്കാൻ നമുക്ക് പറ്റുമോ? നിലനിർത്തിക്കൊണ്ട് പോവാം ആദർശേ. നമുക്ക് ദൈവം വിളിച്ചുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അതിപ്പോ എല്ലാ കാലത്തും നമുക്ക് രാജാവായിട്ട് ഇങ്ങനെ വാഴാൻ സാധിക്കില്ല. അതിൻ്റെതായ ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. എത്രമാത്രം സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സന്തോഷങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കണം. അങ്ങനെ വേണം നമ്മൾ ജീവിതത്തെ കാണേണ്ടത്. അല്ലാതെ ഉള്ള സമയത്ത് കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശന്റെ ഓരോ വാക്കുകളൊക്കെ കേട്ടപ്പോഴത്തേനും ആദർശനും അച്ഛനും ഉള്ളിലൊരു ഞടുക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ട് പറയുന്ന പോലെ ഒരു തോന്നലാണ് അവർക്കുണ്ടായത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നും നമ്മൾ കണ്ടത്.
ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.